പരീക്ഷാ വിവാദവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പും അതിനുശേഷമുണ്ടായ സംഭവവികാസങ്ങളും വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടതോടെ വിശദീകരണവുമായി പ്രമുഖ അവതാരികയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ പേളി മാണി തന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും പ്രതികരണങ്ങളും ആളുകളെ വേദനിപ്പിച്ചു എന്നതുകൊണ്ടാണ് യൂട്യൂബ് വീഡിയോയിലൂടെ പരസ്യമായി മാപ്പ് ചോദിക്കുന്നതെന്നും പേളി വ്യക്തമാക്കി. താനൊരു മനുഷ്യനാണെന്നും തെറ്റുകൾ സംഭവിക്കാമെന്നും പറഞ്ഞ പേളി സോഷ്യൽ മീഡിയ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതിനാൽ ജനങ്ങൾക്ക് തന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ടെന്നും വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെയും രാജ്യത്തിന്റെയും നന്മ മാത്രമാണ് താൻ ആഗ്രഹിച്ചതെന്നും തന്റെ വാക്കുകൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും പറഞ്ഞാണ് പേളി മാണി തന്റെ വീഡിയോ അവസാനിപ്പിച്ചിരിക്കുന്നത്. ആദ്യം ലൈഫ് നഷ്ടപ്പെടല്ലേ, നിങ്ങളുടെ ലൈഫ് ഡേഞ്ചർ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകണം. ഇതാണ് ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിച്ചത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോ എന്നല്ല ഞാൻ പറയുന്നത്. അത് പറയാൻ ഞാൻ ആരുമല്ല. അങ്ങനത്തെ ഒരു കാര്യം പറയാൻ ഞാൻ ആരുമല്ല, പേളി പറയുന്നു. നിങ്ങളെല്ലാവരും അങ്ങനെയായിരിക്കും ആലോചിക്കുന്നത്. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾ ഡിസർവ് ചെയ്യുന്നത് ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ദാറ്റ് ഈസ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഫെയർ, എല്ലാവർക്കും ഒരേപോലെ ഫെയർ ആയിരിക്കുന്ന ആൻഡ് ഗീവ്സ് എവറി ചൈൽഡ് ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡീസ് ടു സക്സീഡ്. ജയിക്കാൻ ഒരു ഈക്വൽ ആയിട്ടുള്ള അവകാശം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ട്. ദ ഡിസർവ് ടു ബി ഹെർഡ്. എല്ലാവരും കേൾക്കണം. ഒരു 11 മണി ടൈമിലൊക്കെയാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് പോസ്റ്റ് ചെയ്ത തുടക്കത്തിൽ ഇങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ എന്തിട്ടാലും അതിനൊരു നല്ല വശവും കാണുന്നവരുണ്ടാകും, ചീത്ത വശവും കാണുന്നവരുണ്ടാകും. പക്ഷേ മെജോറിറ്റി ആൾക്കാരും അതിൻ്റെ ഒരു നല്ല വശമാണ് കണ്ടത്. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വ്യാഖ്യാനങ്ങൾ ഈ ഒരു പോസ്റ്റിൻ്റെ താഴെ കമൻറ്റുകളായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ലല്ലോ, ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗോ ഹോം എന്ന് പറയുമ്പോൾ പോലും ഞാനത് പറയുന്നത് നിങ്ങൾ സേഫായിട്ട് ഇരിക്കണേ എന്ന് പറയുന്നതിൻ്റെ കൂടെയാണ്. 18 വയസ്സ് തൊട്ട് ഞാൻ തുടങ്ങിയതാണ് എൻ്റെ ഈ കരിയർ. നിങ്ങളുടെ മുൻപിലാണ് ഞാൻ. ഈ മുഴുവൻ എൻ്റെ ലൈഫ് നിങ്ങളുടെ ഞാൻ മുമ്പിൽ ജീവിച്ചിട്ടുള്ളതാണ്. ഇന്നേ വരെ എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും തനിക്ക് അടുത്ത സുഹൃത്തുക്കളുണ്ടെന്നും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി തൻ്റെ പോസ്റ്റിനെ കാണരുതെന്നും അവർ അഭ്യർത്ഥിച്ചു. കാവ്യനിറത്തോടുള്ള മമതയല്ല, ഇന്ത്യൻ പതാകയിലെ നിറം എന്ന നിലയിലാണ് അതിനെ കണ്ടതെന്നും പേളി വിശദീകരിക്കുകയും ചെയ്തു. ഡൽഹി ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് അവതാരകയും ഇൻഫ്ലുവൻസറുമായ പേളി മാണിയുടെ പ്രതികരണം ചർച്ചയായതിനു പിന്നാലെ താരത്തിന്റെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിൽ വലിയ കൊഴിഞ്ഞുപോക്കാണുണ്ടായത്. 2 ലക്ഷത്തിലേറെ ഫോളോവേഴ്സിന്റെ കുറവ് സംഭവിച്ചു. യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിലും വലിയ ഇടിവ് സംഭവിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ജന്തർ മന്ദറിൽ സമരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളോട് സുരക്ഷിതരായിരിക്കാനും ജീവൻ അപകടത്തിലാക്കാതെ വീട്ടിലേക്ക് മടങ്ങാനും പറഞ്ഞുകൊണ്ടുള്ള പേളിയുടെ പോസ്റ്റാണ് വിമർശനത്തിന് ഇടയായത്.